അരുണെ, ഈ കേരളത്തിന്റെ അവസ്ഥ അരുണറിയോ? നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമാണ്. അടുക്കളയിൽ കഴിയുന്ന സഹോദരിമാർ, അമ്മമാർ ദിവസം ഇത് അറിയുന്നവരാണ്. കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഈ വിലക്കയറ്റം പോലും തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല സർക്കാരിന്. ഇന്ന് ശമ്പളം പോലും മടങ്ങി വാർത്തയാലാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി വിലയിരുത്തുന്ന തർക്കം നിങ്ങൾക്ക് വേണ്ട. അത് ഏത് പാർട്ടിയാണെങ്കിലും. നിങ്ങൾ കോഴിക്കോട്ടെ, ഞാൻ പറയാം, അരുൺ എല്ലാവരുമായി ബന്ധമുള്ള ഒരാളാണ്. നിങ്ങൾ കോഴിക്കോട്ടെ സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ സമീപിക്കണം. അവർ CPM ആവട്ടെ ആരും ആവട്ടെ, കിട്ടുന്ന ഉത്തരം നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണെന്ന്. അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കും. ജീവിക്കാൻ മാർഗമില്ലാതെ മാറിയിരിക്കുന്നു. വരുമാനമില്ല, തൊഴിലില്ലായ്മ കൂടുന്നു. അപ്പൊ സ്വാഭാവികമായും ജനങ്ങളാണ് പരമപ്രധാനം. അരുൺ, അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും മണ്ഡലത്തിൽ അനുകൂലമാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതെ. ഇനി ഞാൻ നമ്മുടെ പാർട്ടിക്കുള്ളിലേക്ക് കടന്നു ചോദിച്ചിട്ട് സമരാഗ്നി എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ സമരാഗ്നി വൻ വിജയമായിരുന്നു. വൻ വിജയം. കോഴിക്കോടൊക്കെ വൻ വിജയമായിരുന്നു. വലിയ ആൾക്കൂട്ടം കോഴിക്കോടൊക്കെ ഇവിടെ ഈ കടപ്പുറത്ത് നടത്തിയത് വൻ വിജയമായിരുന്നു. അതൊരു ഉണർവ് നൽകിയിട്ടുണ്ട് സംഘടനാ തലത്തിലടക്കം കോൺഗ്രസ്. ഒരു സംശയം വേണ്ട. അപ്പോഴും ചില അസ്വാരസ്യങ്ങൾ അതിനകത്തുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒഴിവാക്കാമായിരുന്ന നിർഭാഗ്യകരമായ ചില കാര്യങ്ങൾ അതിൽ സംഭവിച്ചു. അതിലേറ്റവും ഒടുവിൽ കണ്ടത്, സമരാഗ്നിയുടെ സമാപനത്തിൽ കണ്ടത്, ഈ പറയുന്ന പാലോട് രവിയുമായി ബന്ധപ്പെട്ട ഈ ദേശീയഗാന വിഷയമാണ്. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നില്ല രാഘവേട്ടൻ? ഞാനത് വളരെ പേഴ്സണലായി ചോദിക്കുന്നത്. അല്ല, എന്താ അറിയോ, അല്ല എനിക്കറിയാം, അതിനകത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ രാഘവേട്ടനെ പോലെ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാവുന്നത് താങ്കളെ പോലുള്ള ഈ സമൂഹത്തിൽ ഇറങ്ങുന്ന ആളുകളെ അല്പമെങ്കിലും ഒന്ന് പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ഒരു ആത്മവീര്യത അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എനിക്കൊന്ന് സ്വാഭാവികമായിട്ടും സാധാരണ പാലോട് രവി എല്ലാം കൃത്യമായി പറയുന്ന ആളും ചെയ്യുന്ന ആളുമാണ്. അദ്ദേഹം സ്ഥിരമായി ക്യാമ്പുകളൊക്കെ കവിതയില്ലെന്ന ആളാണ്. പാളിച്ചു വരാറില്ല. അപ്പൊ ഏതോ ഒരു ടെൻഷൻ വന്ന് കാണും ചിലപ്പോ. ഏതോ അങ്ങനെയൊക്കെ. പക്ഷെ നോക്കൂ, ഞാനതിനകത്ത് കണ്ടതേ, ഞാനത് അധിക സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പക്ഷെ എനിക്കറിയാം താങ്കൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ദേശീയഗാനം ആലപിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ദേശീയഗാനം ഈ കവിത പാടുന്ന പോലെ താളം ഇട്ട് പാടുക, അതിനുവേണ്ടി അത് ഏത് മൂഡിലാണെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുമായിട്ട് അതിന് ബന്ധമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അത് അദ്ദേഹത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ CPM പറയും പോലെ ജാഗ്രത കുറവുണ്ടായിരുന്നു. ജാഗ്രത കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം അതിൽ അവിടെ നിർത്താം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഹൈബ്രിഡിന് വേണ്ടി സംസാരിച്ചു. ഇന്നലെ കുറേയധികം ആളുകളുമായി സംസാരിച്ചപ്പോഴും അവർക്കും അതിനകത്ത് ഈ ജാഗ്രത കുറവിന്റെ കാര്യം മാത്രമല്ല, ഈ ക്യാമറയുണ്ട്, മനുഷ്യരുണ്ട് എന്ന ബോധമുണ്ടാകണം. ആളുകൾ ഇത് നമ്മളെ കേൾക്കാനിരിക്കുന്നു. കാലം മാറിയില്ലേ? ചെറിയൊരു വാക്കുപോലും വലിയ വാർത്തയെ തീരുന്നൊരവസ്ഥയാണ് അല്ലേ? അതെങ്ങനെയാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് ഈ പാളിച്ച പറ്റുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് അരുണേ, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ സാധാരണ ഈ കേരളത്തില് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്നേരൊക്കെ CPM സ്ഥിരം സ്റ്റേറ്റ്മെന്റ് വരും. ഒന്നുകിൽ കമ്മിറ്റി കൂടും, സെക്രട്ടറി. അതൊക്കെ വലിയ കേസുകളാണ്. പാലക്കാട്ടുള്ള അന്വേഷണ കമ്മീഷൻ പറയും ജാഗ്രത കുറവാണെന്ന് പറയും. ഇത് എന്ന് പറഞ്ഞാൽ സാധാരണയിൽ പറയുന്ന വാക്ക് ഇവിടെയും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അങ്ങനെ പാടാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാനും പാടില്ലായിരുന്നു, പാടാനും പാടില്ല. ഒരു പാളിച്ചുണ്ട്. ബാക്കി കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ സംഘടന കുറച്ചുകൂടി ആക്റ്റീവായി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സംശയം. കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളും, കോഴിക്കോട് എല്ലാ നമ്മുടെ റാങ്ക് ആൻഡ് ഫയൽ വളരെ സജീവമാണ്. ബൂത്ത് തലത്തിലടക്കം എല്ലാം വളരെ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും. അതിലൊന്നും വേറെ അങ്ങനെ വേറെ ഒരു കാര്യം കാണാനില്ല. കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ അന്ന് അവർ പ്രവർത്തിച്ചത്